ആരെക്കുറിച്ച് നമ്മളെന്താക്കണ്ട, വിലയിരുത്താൻ വേണ്ടി പോണ്ട. കണ്യാല മൗല റളിയല്ലാഹുവിന്റെ മജ്ലിസിൽ ഒരാൾ വന്നു. അത് സംഭവം എന്താണെന്നറിയോ? മൗലാന്റെ സദസ്സിൽ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ മൗല കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കുറച്ച് കല്ലിറക്കിന്, എന്തോ വീടിന്റെ മറ്റോ ആവശ്യത്തിന് വേണ്ടി വളപ്പിൽ കുറച്ച് കല്ലിറക്കിന്. ഇറക്കിയ കല്ലിൽ കുറെ മോശപ്പെട്ട കല്ലുണ്ട്. ഇറക്കിയ ആളെന്തോ ഇതായപ്പോ സെക്കൻഡ് ഹാൻഡ് കല്ലെല്ലാം ഉണ്ട്, മോശപ്പെട്ട കല്ലുണ്ട്. അപ്പൊ ഒരു സാധാ ചെറുപ്പക്കാരൻ, വല്ല കാണാൻ വല്ല ഭംഗിയൊന്നുമില്ല, ഓനിങ്ങനെ ഒരു നാടൻ, അവൻ വന്നിട്ട് ഈ സദസ്സിൽ മൗലാനോട് ചൂടാകുന്നു. സദസ്സിൽ വന്നിട്ട് കണ്യാല മൗലാനോട് ചൂടാകുന്നു. എന്താ പറഞ്ഞറിയാ? നിങ്ങൾക്ക് കല്ലിറക്കാൻ അറിയില്ല, നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നോട് പറഞ്ഞാൽ പോലെ, ഞാൻ ഇറക്കി തരൂല, ഈ പൊട്ടൻ കല്ല ഇറക്കല് എന്നൊക്കെ പറഞ്ഞിട്ട് ആര് ചൂടാകുന്നു? കണ്യാല മൗല ചൂടുന്നു. ആ സദസ്സിലിരിക്കുന്ന മനുഷ്യന്മാര് മനസ്സുകൊണ്ട് കരുതി എത്ര, ഇയാളെന്ത് വർത്താനായി മൗലാനോട് പറയുന്നത്? ഒറ്റ കിട്ടിയ കൊടുക്കാനുള്ള തയ്യാറെടുപ്പില്ല. കാരണം മൗലാന്റെ സദസ്സിൽ വന്നിട്ട് ഇയാൾ ഇങ്ങനെല്ലാം പറയും, ഇയാളാരാന്ന്. കാരണം അങ്ങനെ നിൽക്കുന്ന സമയത്ത് അയാൾ ചൂടായിട്ട് അയാൾ ഇറങ്ങിപ്പോയി. ഈ ചെറുപ്പക്കാരൻ ചൂടായിട്ട് ഇറങ്ങിപ്പോയി മൗലാനോട്. അയാൾ ഇറങ്ങിപ്പോയപ്പോ കണ്യാല മൂലം കൂടുതലുള്ള ആളോട് പറയുന്നത്, നല്ല മോനാ, 4 ഉണ്ട്. നല്ല മോനാന്ന് 4 ഉണ്ട് എന്നാ പറഞ്ഞ. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? അത് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. നല്ല മോനാണ്, 4 ഉണ്ട്. ഒരാളെ വാക്കും കേട്ട് കോലം കണ്ടിട്ട് അടിക്കാനൊന്നും പോണ്ട. കോലം കണ്ടിട്ട്, ഓരോ വർത്താനം കണ്ടിട്ട്, ഓരോ ശൈലി കേട്ടിട്ട് ഇവന് അതവും കുരുത്തൊന്നും ഇല്ലാത്തവനാണ് നമ്മൾ വിലയിരുത്തണ്ട. കാരണം അങ്ങനെ വിലയിരുത്തിയ മനുഷ്യന്മാരോടാ മൗല പറഞ്ഞത്, നല്ല മോനാന്ന്, 4 ഉണ്ട്. 4 ഉണ്ട്. ജിസ്തിയുണ്ട്, ഖാദിരിയുണ്ട്, സുഹ്റവർദിയുണ്ട്, റിഫായി ഉണ്ട്. 4 ഉള്ള മോനാണ്. കാണാൻ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. മൗല പറഞ്ഞാൽ മതിയില്ലേ, ഇതെന്റെ മോനാന്ന്, ഇതെന്റെ കുട്ടിയാന്ന്, ഇത് മോൻ നല്ല മോനാന്ന് പറഞ്ഞാൽ പിന്നെ അത് പറഞ്ഞു കിട്ടാനല്ലേ ഈ പണി മുഴുവനും ചെയ്യുന്നത്. നമുക്ക് എല്ലാ മഹാന്മാരെ മനസ്സിലും നമുക്ക് സ്ഥാനം വേണമെന്നില്ല, എല്ലാ മഹാന്മാരെ മനസ്സിലും സ്ഥാനം വേണമെന്നില്ല. നമുക്ക് രക്ഷപ്പെടാൻ ഏതെങ്കിലും ഒരു മഹാന്റെ മനസ്സിലെങ്കിലും ഒരു ഇടുണ്ടായാൽ മതി. നാളെ പരലോകത്ത് കോടാനുകൂടി മശായിഖന്മാരുണ്ടാവും. അവരവരെ മുരീദുമാരെ ഇങ്ങനെ വിളിച്ചിട്ട് സ്വർഗത്തിലേക്ക് കയറ്റുമ്പോൾ നമുക്ക് നമ്മളെ മൗലാന്റെ കൈ പിടിച്ചിട്ട് തന്നെ അങ്ങോട്ട് സ്വർഗത്തിൽ പോകണം. അതിനെന്ത് വേണം? മൗലാന്റെ മനസ്സിലൊരു ഇടം നമുക്ക് വേണം. നമ്മളെ മനസ്സിൽ മൗലാക്ക് സ്ഥാനം ഉണ്ടാവും, പക്ഷെ നമ്മളെ മനസ്സിലുണ്ടായാൽ പോരല്ലോ. മൗലാന്റെ മനസ്സിലും വേണ്ടേ നമ്മളൊരു ഇഷ്ടം വേണ്ടേ? അതിനാണ് മൗല അവിടെ എഴുതി വെച്ചത്, ഞാൻ മൂപ്പനാണെന്ന് പറഞ്ഞ് നടക്കരുത്.